ഇതാണ് കേട്ടോ പാർലമെൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. സാനിനോട് നമ്മൾ പറഞ്ഞു ഇത് റോയൽ ഓസ്ട്രേലിയൻ മിൻറ്റാണ്, അതായത് മിൻറ്റ് ഫ്ലേവറിലുള്ള ചൂയിങ്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, എത്ര വേണമെങ്കിൽ എടുത്ത് തിന്നാൻ. കമോൺ രമേഷ്. ദൈവമേ, കുട്ടി നോക്കിയേ, എല്ലാവരും അതിനെ നോക്കുക. എനിക്കൊരു 10 പൈസയുടെ കുറവുണ്ട്, അതിവിടുന്ന് കിട്ടും. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ സിഡ്നിയിൽ. ചളി വെളിയായിരിക്കണോ പോർച്ചിലൊക്കെ. കുറേ കാലമായി ഞാൻ ഇവിടെ നിന്നിട്ടൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഇന്ന് ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ പെട്ടെന്ന് രാത്രി ഒരു 11 മണിക്ക് ഒരു പരിപാടി നമ്മളിട്ടു. ഇന്ന് രാവിലെ കയറി നമുക്ക് ക്യാൻബറ പോകാമെന്ന് കേട്ടോ. അമ്മേനെ ഇവിടെ ഒരു 2 വീക്സും കൂടെ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി സിഡ്നിയിൽ. സോ വി തോട്ട് ലെറ്റ്സ് ക്വിക്ക്ലി മേക്ക് എ പ്ലാൻ. കുറച്ച് തണുപ്പുള്ള വെതർ തുടങ്ങിക്കഴിഞ്ഞു, ഓട്ടമാണ്. ക്യാൻബറ ഇസ് അറൗണ്ട് 16 degrees ടുഡേ. അമ്മയ്ക്ക് തണുക്കും. സോ വിർ ഓൾ റഗ്ഡ് അപ്പ്. സാശുവൊക്കെ ഉറങ്ങുകയാണ്. ബാക്കി നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ത്രീ നടക്കുന്നുണ്ടായിരുന്നു, അവർ ഗുഡ് മോർണിംഗ് പറയുന്നതാണ്. പുലർച്ചെയാണ് 8 മണി, അത്ര പുലർച്ചയല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്വൈറ്റ് ഏർലി. സൺഡേ മീറ്റ് നമ്മളിതപ്പോൾ അവിടെ ക്യാൻബറയിലേക്കൊന്ന് പോവുകയാണ്. എന്താ കാണുക, എവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഓൺ ദ വേ നമ്മൾക്ക് നോക്കാൻ വിചാരിച്ചു. ലെറ്റ്സ് ട്രൈ ക്വിക്ക്ലി ഇറങ്ങലി ആൻഡ് കുറച്ച് ക്യാൻബറയൊക്കെ കാണാം. അമ്മയ്ക്ക് ക്യാൻബറ കാണിച്ചു കൊടുക്കാം. നമ്മൾ കുറേ കൊല്ലം മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ. സാനു കുറച്ചുകൂടെ ചെറുതായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഫ്ലോറിയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂലിപ്പ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, മെയിൻലി അത് കാണാനായിരുന്നു ക്യാൻബറ പോയെ. ക്യാൻബറ ഇസ് എ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ. ഇറ്റ്സ് എ ക്വൈറ്റ് ക്ലീൻ നീറ്റ് ഇൻട്രസ്റ്റിംഗ് ലൊക്കേഷൻ. ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലത്തെ ഒരു സ്ഥലമാണ് ക്യാൻബറ. നമുക്കിവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമ്മളിവിടെ താമസിക്കുന്നിടത്ത് നിന്ന്, കെല്ലിവിൽ നിന്ന്. ബട്ട് യാ, ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി എ ഫൺ ട്രിപ്പ് ആൻഡ് അമ്മയ്ക്കും ഇഷ്ടമാവും വിചാരിക്കണം. സോ വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ കാണിച്ചു തരാം. ഇപ്പം ചടപടയെന്നെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് ഇറങ്ങട്ടെ. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. യെസ്, അങ്ങനെതാ നമ്മളെല്ലാവരും വണ്ടി കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വാർമർ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കണേ. കുറച്ച് ക്യാൻബറ സ്കൂളിലതും സിഡ്നി ചെറുതിനെ ഉറക്കത്തിലായിട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ അത് കണ്ണു നോക്കുന്നുണ്ട്, കാണുമ്പോൾ ഒരു ടെൻഷൻ. നമുക്കൊരു ഓവർ 280 kilometers ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന്. രാവിലെ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് പാട്ടും കേട്ടിട്ട് അങ്ങനെ ആസ്വദിച്ച് പോവാ കേട്ടോ. മഴ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ സിഡ്നിയിൽ. മഴ ക്യാൻബറയിൽ ഉണ്ടായിരുന്നില്ല, ബട്ട് ഇങ്ങനത്തെ ഒരു ഫോഗി മിസ്റ്റി ടൈപ്പ് ഓഫ് ഒരു വെതറാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഞാനും പിള്ളേരും ബാക്കിലാണ് ഇരിക്കണേ. സാനുവിന് ഞാൻ ഇടുന്ന പാട്ടുകളൊന്നും പിടിക്കണില്ല, അതാണ് അവൾ ആ മുഖം വെച്ചിട്ട് ഇരിക്കണത്. നല്ല നല്ല പഴയ മലയാളം പാട്ടുകളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കും ഇഷ്ടമാണ് മലയാളം പാട്ട്, ഇവൾക്ക് പക്ഷെ അതൊന്നും പിടിക്കണില്ല. അതിൻ്റെ ഒരു കോമഡി. എനിവേസ്, അപ്പോഴാണ് ഇവിടെ ഒരാൾ 6-ാം തമ്പുരാനെ പോലെ കാലും കയറ്റിയിട്ട് ഇരിക്കണം കേട്ടോ. ചെറുത് നീറ്റിരിക്കണു. തൽക്കാലം കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ചാൽ ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ്. സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മഴ, നല്ല ഫോഗ്, നല്ല മിസ്റ്റി വെതർ. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡ്രൈവ്. ക്യാൻബറയ്ക്ക് പോണ ഈ ഡ്രൈവിന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ ഉള്ളോട്ടുള്ള ഇങ്ങനെ ഡ്രൈവുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ വെതറിൽ എനിക്ക് ഓടിക്കാൻ കുറച്ച് പേടിയാണ്, അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചൊന്നുമില്ല. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഞ്ചിന് വേണ്ടി നിർത്തി. ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ഓൺ ദ വേ കണ്ട മെക്ഡോണൽഡ്സിലാട്ടോ നിർത്തിയത്. ഗോൾഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിർത്തിക്കാട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് മെക്ഡോണൽഡ്സ് കയറി ഫ്രഷ് ആകാൻ കയറിയത്. അമ്മ ഓക്കെ ആണോ? No the table, no city, no bucket, no egg. Then Kiss you. You have mommy. Tummy. And so you did this. You did me. Amma, did me. Give what to you? Me. എന്താ വേണ്ടേ? Amma, I don't want this baby toys. I want baby toys. ബേബി ടോയ്സ് വേണോ? Yes. ഓക്കെ ഓക്കെ, വാങ്ങാട്ടോ. Yes. ഇപ്പൊ നാട് റോഡല്ലേ, ഇവിടെ കിട്ടില്ല. No picture. Amma, no phone. No phone? No. Oh my gosh.
it away? No, this one. Ah. That's Asher's son. This is Tasha's son. This is Tasha's son. Amma's son. Okay. And put it away. Put it away. Ah. Mama. Oh. It's it. You ate. Mama, I don't want. I ate. You ate. അങ്ങനെ ചെറുതിൻ്റെ ഭയങ്കര ഡയലോഗിയൊക്കെ കേട്ട് നമ്മൾ ഇറങ്ങി. അവൾ ഈ ട്രിപ്പിന് ആക്ച്വലി നന്നായി ബിഹേവ് ചെയ്തു കേട്ടോ, വലിയ ശല്യമൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ കുറേ ഡ്രൈവ് കഴിഞ്ഞതാ നമ്മൾ കാൻവർ എത്തി. ഇതൊരു പ്രൊമനൻറ്റ് ഫിഗറാണ് അവിടുത്തെ. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ പാർലമെന്റ് ഹൗസ് കാണാനാണ്. അതായത് പുതിയ പാർലമെന്റ് ഹൗസിന്റെ നല്ല കാറ്റ് കിട്ടോ. നമ്മളിവിടെ എത്തി. തണുപ്പല്ല, അധികം കാറ്റുണ്ട്. അവിടെ സൂക്ഷിക്കണേ. ഇവിടെ മെയിൻ റോഡാണ്. അടുത്തൊരു ബ്രിഡ്ജാണ് അത് കൂടെ. വരുമ്പോൾ കണ്ടില്ലേ, അതാണ് പാർലമെന്റ് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഞാൻ പറയണ കേൾക്കണ്ടോ അറിയില്ല. പഴയ പാർലമെന്റ് അപ്പുറത്തായിരുന്നു, അതിപ്പോൾ ഒരു മ്യൂസിയം ആക്കി. ചെറുത് പ്രാമെന്ന് ചാടാൻ വേണ്ടിയിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പുതിയ പാർലമെന്റ് ആണ് ഇത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം. നേരെ കണ്ടാണ് അവിടുത്തെ പാർലമെന്റ്. അമ്മ ചണക്കാളെ പണിയുള്ളൂ. ഇതിന്റെ മുറ്റത്ത് എത്തി പാടാൻ പറ്റിയ പാട്ടാണ്. എത്തി ഗൈസ്. ഇതിന് മുമ്പിൽ നമുക്കിവിടെ പാർലമെന്റ് ഇങ്ങനെ കാണാം. അതിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ലേക്ക് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കണം ആർട്ടിഫിഷ്യലി. നമ്മുടെ താജ്മഹലിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ റിഫ്ലക്ഷൻ കാണാൻ മാതിരി ചെയ്യാനാവും. ഇതിനകത്തേക്ക് ആൾ കയറിയിട്ട് കയറിയതെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ സെക്യൂരിറ്റി സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്. ഇതാണ് ചെയ്യേണ്ട സ്ഥലം, എയർപോർട്ടൊക്കെ മാതിരി. ഓക്കെ, നല്ല തറോ സെക്യൂരിറ്റി സ്ക്രീനിങ് ആയിരുന്നു കേട്ടോ. എല്ലാം ഊരണായിരുന്നു. ഇപ്പോൾ കയ്യിലെ ബ്രേസ്ലെറ്റ്, വാച്ച് ഒക്കെ ഊരണായിരുന്നു. പ്രാമൊക്കെ അൺഫോൾഡ് ചെയ്തിട്ടൊക്കെ വെക്കണമായിരുന്നു. ഓക്കെ, വി ഗോയിങ് ടു ഗോ ഇൻസൈഡ് നൗ. ഐ ഷോ യു. ഇതാണ് കേട്ടോ പാർലമെൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. ഇവിടെ എല്ലാവരും ഭയങ്കര ക്വയറ്റായിട്ടൊക്കെയാണ് സംസാരിക്കണത്. കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കിംഗ് കൺസ്ട്രക്ഷനാണ്. പഴയ ടൈപ്പ് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് അല്ല. ഇതെന്തിനാ അതിൻ്റെ ഒക്കത്ത് കയറിയിരിക്കണാവോ? എടാ അതിനെ ഇറക്കിക്കോ. അത്രേ വേണ്ടു. നടക്ക് പെണ്ണേ. ഓക്കെ, സോ വി ഗോയിങ് ടു ഗോ. പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. അല്ല, ഇങ്ങനെ പാർലമെൻ്റ് ഒക്കെ കാണാൻ ലൈക്ക് ജനറൽ പബ്ലിക്കിന് തുറന്ന് കാണാൻ പറ്റണ വേറെ ഏത് കൺട്രീസല്ല എനിക്കറിയില്ല. നാട്ടിലൊക്കെ അങ്ങനെ പാർലമെൻ്റ് ഉള്ളിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. എനിക്കും അറിയില്ല കേട്ടോ. എനിക്കറിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ വേറെയും കുറേ കൺട്രീസിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിലേക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ക്യാമറ വന്നപ്പോഴും പാർലമെൻറ്റിലേക്ക് വരാൻ ടൈമില്ലായിരുന്നു, അപ്പോൾ അത് കണ്ടിരുന്നില്ല. മേളിലേക്കാണ് ഒരു സ്റ്റെപ്പുള്ളത്. സാശുവിനെയും പിടിച്ചിട്ട് സാനു കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാം കയറ്റാൻ ഈ ലിഫ്റ്റ് എവിടെയാണെന്ന് അന്വേഷിച്ചടക്കുക. അമ്മ വരൂ പ്രധാനമന്ത്രി. ആ ചെറുത്തുകൾ അവിടെ ഇരിക്കണം. ഓക്കെ, സ്വന്തം വീട്ടിലെ കോണിയിൽ കയറി ഇരിക്കണമെന്ന്. ഓക്കെ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഈ സൈഡിൽ. നമുക്ക് ഇവിടെ പിടിച്ചിട്ട് വേണം പോവാൻ. ബിക്കോസ് പ്രാമുണ്ട് കയ്യിൽ, അതിന് വരണം. ഞാനിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ദിസ് ഇസ് ഇയർ 2025. ആന്റണി ആൽബനീസി മൂപ്പരാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസും അവരുടെ എന്തൊക്കെയാണ് റോള് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു വലിയ വോളിലും ഉണ്ട്. 59 are women from 151 എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. സെനറ്റിൽ 76 senators ഉണ്ട് and 43 are women. Yeah, that's always nice to know. ഇതിൽ ഏതെങ്കിലും ഇന്ത്യൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ. പ്രോബബ്ലി ഉണ്ടാവുമായിരിക്കും. ഉണ്ടായാൽ നല്ലതായിരുന്നു. സോ സ്വീറ്റ് ആൻഡ് ഡേ നമുക്ക് സിഡ്നിയിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലീനെ ഇപ്പോൾ കണ്ടു. അപ്പോൾ അവരായിട്ട് കുറേ സംസാരിച്ച് അവരെപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോയും കാണുക. സിഡ്നിയിൽ നിന്ന് കണ്ടിട്ടില്ല, ഓൾ ദ വേ ഇവിടെ കാൻബറ വന്നിട്ട് ഇവിടെ നിന്നാണ് കണ്ടത്. സോ അവരോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ നമുക്ക് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ട. ഇവിടുന്ന് വന്നാൽ ഇങ്ങനെ കാണാം. ഇവിടെ എന്താണാവോ, ചിലപ്പോൾ വല്ല ഈ ഇൻ്റർനാഷണൽ ആൾക്കാരൊക്കെ വന്നിട്ട് വല്ല ബോളോ ഈവൻറ്റ്സൊക്കെ നടക്കണ ഹാളായിരിക്കും ചിലപ്പോൾ അമ്മ. ബിക്കോസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഐ എം തിങ്കിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പേസ് ആയിരിക്കും ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ പഴയ പ്രൈം മിനിസ്റ്റേഴ്സൊക്കെ ആട്ടോ. മെമ്പർ ഓഫ് ദ ഫസ്റ്റ് പാർലമെൻറ്റ് ആണ് സർ ജോസഫ് കുക്ക്. അങ്ങനെ ഇവിടെ കുറേ പേരുടെ ഫോട്ടോസും ഒക്കെ പോർട്രേറ്റ്സ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ലോകമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണെന്നും കൂടെ എനിക്ക് മനസ്സിലാവണില്ല. വാട്ടർഫാളിൻ്റെ ഒരു ശബ്ദം കേൾക്കാനുണ്ട്.
അതായിരിക്കും, ആ വാട്ടർഫോളായിരിക്കും. ഇവിടുന്ന് നോക്കുമ്പോൾ ജൂലിയ ഗില്ലറിനെ കാണാനുണ്ട്. പണ്ടത്തെ അവളുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കുറേ ഐ തിങ്ക് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളവർക്കും കൂടെ ഓസ്ട്രേലിയയുടെ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ജൂലിയ ഗില്ലറിന് ഓർമ്മ വരുന്നുണ്ടാവും. ഷി വാസ് നോട്ട് ഫേമസ് എസ്പെഷ്യലി നമ്മുടെ കോവിഡ് ടൈംസിലൊക്കെ. ക്വീൻ എലിസബത്തിൻ്റെ കൂടെ നിൽക്കണുണ്ടോ പ്രധാനമന്ത്രി അമ്മ? ഇതും ഇങ്ങനെ ഇവിടുത്തെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതിന് മുമ്പത്തെ ടോണി ആബട്ട് എന്ന് പറയും, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 2015 വരെ, 13 to 15 ആ സമയത്തുള്ള ആളായിരുന്നു. പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള എൻ്റെ വിവരം വളരെ വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കറിയാം. ജൂലിയ ഗില്ലാർഡ് ഇതാണ് കേട്ടോ. ഷി വാസ് വെരി ഫേമസ് 2013 വരെ. നമുക്ക് പല പല കാര്യങ്ങളും ചെയ്തെന്ന ആ സമയത്തത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കെവിൻ റഡ്നിയും കുറേ പേർക്ക് അറിയുണ്ടാവും, ഇവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ പോപ്പുലർ ഫിഗർ ആയിരുന്നു. ജോൺ ഹോവാർഡ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഐ ഹാവ് നോട്ട് സീൻ എനി വീഡിയോസ് ഓർ എനിത്തിങ്. ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയ സമയത്തൊക്കെ നേരെ ഉണ്ടായിരുന്നു ഇവിടെ ആളായിട്ട്. പിന്നെ പഴയ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ പോർട്രേറ്റ്സാണ് കേട്ടോ അവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. മാൽക്കം ഫ്രേസർ ഈസ് ഓൾസോ വെരി പോപ്പുലർ. പണ്ടൊക്കെ കേട്ടോ, ലൈക്ക് ഹി വാസ് പ്രൈം മിനിസ്റ്റർ 1983. നമ്മൾക്ക് ജനിക്കുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഇവിടെ ഏരിയ വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലാസ് റൂമിൽ. പക്ഷെ സ്ഥലം എന്തൊരു ഭംഗി അറിയോ? കാൻബറ വളരെ പോപ്പുലേഷൻ കുറവുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പൊല്യൂഷനും കുറവാണ്. അതിവിടുത്തെ എയറിലും ട്രീസിലും ഒക്കത്തിൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവും അല്ലേ അമ്മ? എന്തൊരു ക്ലീനല്ലേ ഇവിടെ, നീറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ സ്പേസ്, നല്ല മോഡേൺ ലുക്കിംഗ് ബിൽഡിങ്ങും. ഞാനിങ്ങനെ അമ്മോട് പറയായിരുന്നു, അമ്മയ്ക്ക് സിഡ്നിയിൽ തന്നെ ഇപ്പോൾ തൃശ്ശൂരുള്ള അത്ര ഒച്ചയും ബഹളവും തിരക്കൊന്നും ഇല്ലല്ലോ. ഭയങ്കര നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ കുറവല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ കാൻബറ വന്നാൽ കുറച്ചും കൂടെ ക്വയറ്റർ സിറ്റിയാണ്, കുറച്ചും കൂടെ എന്താ പറയുക ആൾക്കാർ കുറവാണ്. അത് നമുക്ക് ശരിക്കും ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവേ. ഓക്കെ, ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പാർലമെൻറ്റ് ഹൗസിൻ്റെ ഗാലറിയിലേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം അമ്മ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫൈനലി കാണേണ്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പേസ്, ദ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മുടെ ലൈഫിലത്തെ പല ഡിസിഷൻസും പല വേറെ ആൾക്കാരും നമുക്ക് വേണ്ടിയിട്ട് എടുക്കണ ഒരു ഏരിയ. ഹോം ഓണേഴ്സിൻ്റെ മോർഗേജൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ വല്ല സംഭവം ഉണ്ടോ എന്ന് നോക്കി നോക്കി പോയിട്ട്. ഓസ്ട്രേലിയയിലുള്ളവർക്കത് മനസ്സിലാവും. കോവയോ എങ്ങട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളോട് ഇരുന്നിട്ട് എന്തൊക്കെയോ സെനറ്റിൻ്റെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ റിയലി വിഷ് എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് കുറച്ചും കൂടെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ, ആരൊക്കെയാണ് ഇരിക്കുക, എന്താണ് എൻ്റെ ഓർഡർ, എനിക്ക് ആ നടുക്കിലിരിക്കേണ്ടത്. സാഷു, ദിസ് ഇസ് നോട്ട് എ പാർക്ക്, ഓക്കെ? അങ്ങനെയാണ് കേട്ടോ നോർമലി ഇരിക്കുക. ബാക്കിൽ കണ്ട ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ ശരിക്കും അവിടെ ഇരിക്കുക. നമ്മുടെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട് കേട്ടോ, വർക്ക് ഓഫ് ദ ഹൗസ്, ദ ചേംബർ, ആരാ അവിടെ ഇരിക്കുക, എന്താണ് ട്രഡീഷൻസിനൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പുറത്തിറങ്ങിയതായിട്ട് ലൈറ്റായിട്ടൊരു മഴ, ചെറിയ ഡ്രസ്സ്, ആ ചെറുത് ആ കുട വേണമെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചിറങ്ങുള്ളൂ. പറക്കൂടാ നീ, അത് പാരഷൂട്ട് പോലെ കേൾക്കില്ല, തങ്കപ്പെട്ട സ്വഭാവമായതുകൊണ്ട്. ഓക്കെ, അങ്ങനെ മഴയത്ത് നമ്മൾ പാർലമെന്റ് ഹൗസൊക്കെ കണ്ട സന്തോഷത്തിന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റോയൽ ഓസ്ട്രേലിയൻ മിന്റിലേക്കാണ്. അതായത് ഇവിടുത്തെ കറൻസിയും കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഷാനുവിന് നല്ല ദേഷ്യമുണ്ട് മുഖത്ത്, ബിക്കോസ് ഞാൻ അവളെ നൈസായിട്ട് പറ്റിച്ചു കേട്ടോ. മിന്റ് എന്ന് വെച്ചാൽ എന്താന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതിന്റെ കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബട്ട് ദിസ് ഇസ് ദ റോയൽ ഓസ്ട്രേലിയൻ മിന്റ് ഇൻ കാൻബറ. ഷാനുവിനോട് നമ്മൾ പറഞ്ഞു ഇത് റോയൽ ഓസ്ട്രേലിയൻ മിന്റ് ആണ്, അതായത് മിന്റ് ഫ്ലേവറിലുള്ള ചൂയിങ്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, എത്ര വേണമെങ്കിൽ എടുത്ത് തിന്നാന്ന്. ചൂയിങ്കത്തിൻ്റെ കുറച്ച് ഭ്രാന്തുള്ള ക്രാവായതുകൊണ്ട് അത് വിശ്വസിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് അല്ല എന്ന് പറഞ്ഞത്. എൻ്റെ ദേശയുടെ മുഖത്ത് ശരിക്കും കാണാണ്ട് കേട്ടോ. ഓക്കെ, സോ വേർ വി ആർ ഇസ് ആറ്റ് ദി റോയൽ ഓസ്ട്രേലിയൻ മിന്റ്. അതായത് മിന്റ് ഇല്ലേ, മണി കറൻസി കോയിൻസ് ഒക്കെ ഉണ്ടാക്കണേ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ വന്നിട്ട്. ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ കാണണമെങ്കിൽ കാൻബറ തന്നെ വരണം. ബിക്കോസ് കാൻബറയാണല്ലോ ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി.
നമ്മുടെ ഇന്ത്യയിലത്തെ ഡൽഹിയാണ് ഇവിടുത്തെ ക്യാൻബറ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്ക് ഇവിടെ തന്നെ വരണം. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ സിഡ്നിയിൽ കാണുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ്. അമ്മയ്ക്ക് ഇഷ്ടമായി അമ്മ ക്യാൻബറ? ക്വയറ്റ് ആൻഡ് നൈസ് പ്ലേസ്. ഓക്കെ, എൻട്രിങ് റോയൽ ഓസ്ട്രേലിയൻ മിൻറ്റ്. പിന്നെ ഇതാണ് എൻ്റെ എൻട്രൻസ്. സാഷിമ, എനിക്കൊരു 10 പൈസയുടെ കുറവുണ്ട്, അതിവിടുന്ന് കിട്ടും. നമ്മളിവിടെ എവിടെ പോയാലും ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ് പീപ്പിൾ, അതായത് ഇവിടുത്തെ ഇൻഡിജിനിയസ് പീപ്പിൾ ഉണ്ടല്ലോ, ആബർജിനൽസ്, അവരെ റെസ്പെക്ട് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് ഇൻഡിജിനസ് ലാംഗ്വേജസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഇയർ, ഇത് ഫുട് പ്രിൻറ്റ്സ് ആൻഡ് ടൈം, അതിൻ്റെ കുറച്ച് കോയിൻസൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോ, ഇവിടുത്തെ കാശപ്പെടുത്തുകൊണ്ട് ഓടോ, ഇവിടെ പോരി കാശുമ. ഓക്കെ, പിന്നെതാ ഇവിടെ കുറേ എന്തൊക്കെയൊക്കെയോ കാണാനുണ്ട്. എന്താ മണി ഇത്? എനിക്ക് ചുരുങ്ങാൻ കിട്ടാത്തതിൻ്റെ വിഷമം അറിയില്ലേ? ബീം ബാലൻസ്, വെയിറ്റ് ബാലൻസ്. ഈ കോയിൻ്റെ ഒക്കെ വെയിറ്റ് എത്ര നോക്കാനുള്ള വല്ല സാധനമായിരിക്കും കേട്ടോ. എന്തിനാണ് എത്ര വെയിറ്റുള്ള കോയിനൊക്കെ? ഇതെന്താണ് സംഭവം? ഡൊണേഷൻ $, ഗിവ് ടു ഹെൽപ്പ് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു കോയിൻ പോലത്തെ സാധനം ഉണ്ടാക്കിയിരുന്നു. ഡിസൈനിങ് ദ വേൾഡ്സ് ഫസ്റ്റ് ഡൊണേഷൻ $. ഒരാൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് നിൽക്കുന്നില്ല. മോളെ വാടാ, വരില്ല അത്ര. അത് 1000 ഉണ്ടാവും അവിടെ. മോദം എന്താട്ടില്ലേ? ഇത് ഫുള്ള് എടുത്ത $1 കോയിൻസിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം ഇതുണ്ട്. അരച്ചുണ്ടായിരുന്നു ചുറ്റും സ്കൂൾ. ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ വരെ കോയിൻസാണ് കേട്ടോ. അത് മുഴുവനും കണ്ട് കോയിൻസാണ്. എന്താ അല്ലേ? ഷോ, എനിക്കത് കൂടെ ചവിട്ടി നടക്കാൻ എന്തോ മഹാഭാവമായിട്ട് തോന്നുന്നു. നമുക്ക് ലിഫ്റ്റ് പിടിച്ച് പോകാം. ഞാൻ എങ്ങനെ നടക്കും? കാലുമ തൂങ്ങണിക്കടാവ് നടക്കടാ. ഇവിടെ ആകാശത്തൊക്കെ ഇങ്ങനെ കോയിൻസിൻ്റെ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. ഇതായിരിക്കും ആ ഉണ്ടാക്കണ മെഷീൻ. ദൈവമേ, കുട്ടി നോക്കിയേ, എല്ലാവരും അതിനെ നോക്കുക. എന്ത് സാധനമാണ് ഇവിടെ? ആൾക്കാർ നടക്കണ വഴിയാണ്. എനിക്ക് വയ്യ. എൻ്റെ കൈ അടിപൊളി. സ്റ്റോറീസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫുൾ കോയിൻസിനെ കൊണ്ട് ഉണ്ടാക്കിക്കാം. സോ നൈസ് അല്ലേ? എല്ലാം കോയിൻ റിലേറ്റഡ് ആണ് ഈ ഒരു മ്യൂസിയത്തിൽ. എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോയിൻസ് ഓസ്ട്രേലിയയിൽ 5 cents തൊട്ട് $2 വരെയുള്ള കോയിൻസിനൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് വന്നിട്ടുണ്ട് വീരപ്പൻ. കോയിൻസിൻ്റെ 5 കളി കേട്ടോ. ഇതിന്ന് തല്ലി പൊട്ടിച്ചെടുത്താൽ നമ്മുടെ മോർഗേജൊക്കെ തീർക്കായിരുന്നു. പറിച്ചെടുക്കാനൊന്നും പറ്റില്ല അമ്മ. ഞാൻ ഒരു ശ്രമം നടത്തി. കോയിനൊന്നും പുറത്തേക്ക് തരില്ല കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നല്ല ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. ലൈക്ക് ആക്ച്വലി നമുക്കിത് തൊടാം. നമുക്കിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ തൊടാൻ പറ്റുന്നുണ്ട് കോയിനെ. പുറത്താണ്. ഞാനധികം ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചു. തൊടാൻ പറ്റും, ബട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കോയിൻസിനെ കുറച്ചുകൂടെ വലുതാക്കി കാണിച്ചു തന്നിക്കാണ്. ശരിക്കും 3D പോലെ തന്നെ ഉണ്ട് കണ്ടാൽ. തൊട്ടാക്കട്ടെ. ആക്ച്വലി ഇറ്റ്സ് തുണിയാണ് അത്. ശരിക്കും 3D മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടെ അങ്ങനെ പൊന്തിയിട്ട് തന്നെയാണ് നിൽക്കണേന്ന്. ലുക്ക് ദിസ് വൺ. ഉണ്ടാകും. നമുക്ക് എൻലാർജ് ചെയ്യാം, പിന്നെ സൂം ഇൻ ചെയ്തിട്ടൊക്കെ കാണാം, പിന്നെ തിരിച്ചിട്ടൊക്കെ കാണാം. അങ്ങനെയൊക്കെ ചെയ്യാം. ടച്ച് സ്ക്രീനാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കോയിൻസ് ആൻഡ് കറൻസി ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ എവല്യൂഷൻ ഓഫ് കോയിൻസ്, സ്ക്വയർ ഷേപ്പിലുള്ള കോയിൻസ് അതെങ്ങനെ സർക്കിൾ ഷേപ്പായി മാറി, ഓരോ കൊല്ലവും ബാർട്ടർ സിസ്റ്റത്തിന് യൂസ് ചെയ്ത കോയിൻസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടമാതിരി കളക്ഷൻസ് കാണിച്ചു തരുന്ന ഒരു മ്യൂസിയമാണ്. ഇവിടെ സ്ഥലത്തെ കുട്ടികൾക്ക് സ്വന്തം കോയിൻസൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ആളവിടെ കയറി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ദൈവമേ, അത് പൊട്ടിക്കോ. ഞാനിവിടെ ഇവിടെ ഒരു നല്ല സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മോളെ ഡിസൈൻ? എന്ത് ആനിമലാ അത്? ഓക്കെ. സാധനം ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. നേരെ അതിങ്ങനെ സ്ക്രീനിൽ വരും. നല്ലൊരു $2 കോയിൻ ഉണ്ടാക്കിയത്. ആ ചെറുത് കൊല്ലുന്നില്ല, ഒന്നും പറയണ അങ്ങനത്തെ ഒന്നും.
ഞാൻ എപ്പോഴാണ് കേട്ടോ പറഞ്ഞത് ഇവിടേക്കാണ് ഈ കണ്ടോ ഒളിമ്പിക്സിൻ്റെ ഒക്കെ മെഡലുകളൊക്കെ ഇല്ലേ, ഗോൾഡ് സിൽവർ ബ്രോൺസ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 2000 സിഡ്നി ഒളിമ്പിക്സ് ഇവിടെ നടന്നപ്പോൾ ഒക്കെ ഇവിടെയാണ് ഒന്നും ഉണ്ടാക്കിയത്. അതിൻ്റെയാണ് അവിടെ ഡിസ്പ്ലേയിൽ ഇട്ട് വെച്ചിരിക്കണേ. പോരാത്തതിന് ഇവിടെ ഇങ്ങനെ ഒരു ലാർജ് വിൻഡോയിൽ കൂടെ നമുക്ക് ഫുൾ പ്രോസസ്സ് കാണാം. ഇവിടെ വന്നോളാം, ഇവിടെ നിന്ന് കാണാം. ഫുൾ പ്രോസസ് ഓഫ് വെയർ ദിസ് മിൻറ്റിങ് ഹാപ്പൻസ്. ഇപ്പം ആരും കാണാനില്ല, ഇപ്പോൾ വീക്കെൻഡാണ്, ആരും വർക്കിംഗ് അല്ല. ബട്ട് ഇതൊക്കെയാണ് അതിൻ്റെ മെഷീനറി വേർ ദേ മേക്ക് കോയിൻസ്. അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പുതുപുത്തൻ കോയിൻസൊക്കെ റെഡി ആയിട്ടിരിക്കണേ. ഇതിനകത്തൊക്കെ ഫുൾ പുതിയ കോയിൻസ് കൊടുക്കുന്നുണ്ടമ്മ. ആ ഗോൾഡൻ കളറിൽ കാണുന്നത് പുതിയ കോയിൻസാണ്. ഇതൊക്കെ സമ്മാനം മാറുന്ന സ്ഥലമാണ് ഇവിടെ കണ്ടാൽ തോന്നുന്നു. ഇത് ജോയ്സ്റ്റിക്ക് വെച്ച് കളിക്കാനുള്ള കുറേ ഫൺ ഗെയിംസ് ഉണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ തൊട്ടിട്ടുണ്ട്, അതിങ്ങനെ സ്കില്ലായി ഇങ്ങനെ ഫോൾ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഗെയിം ലടാ. എന്തായിരുന്നു ആ ഗെയിം നമ്മൾ കുട്ടികളാകുമ്പോൾ കളിച്ചിട്ടുണ്ടല്ലോ? പാക്മാൻ. അതുപോലെ ഉണ്ട് സംഭവം. എന്തോ വരയ്ക്കുന്നുണ്ട് എമ്പുരാൻ്റെ പോലെ. നമ്മൾ കുറച്ച് കോഫിയും കേക്കും ഐസ്ക്രീമും പിള്ളേർക്കൊക്കെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് നാഷണൽ ഗാലറി ഓഫ് ഓസ്ട്രേലിയയിലേക്കാണ് വന്നേക്കണേ. കുഞ്ഞിപ്പെണ്ണ് കറക്റ്റായിട്ട് കിടന്നുറങ്ങി, പക്ഷെ പ്രാമിൽ കിടന്നുറങ്ങുക കേട്ടോ. ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കൂ നിങ്ങൾ. ഫുൾ ട്രീസ് ആൻഡ് യൂക്കാലിപ്റ്റസ് ആൻഡ് ബേർഡ്സ് ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള സ്കൾപ്ചർ കണ്ടു, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു സ്ലൈഡ് പോലെ ഉണ്ടാക്കി കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ വേണ്ടി. ജസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഓൾ ദീസ് ട്രീസ്. സോ ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ നടന്ന് ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ. അമ്മ അവിടെ എന്നെയും കാത്ത് നിൽക്കുന്നുണ്ട്. അമ്മ ഒരു ഫുട്ബോളുണ്ട് ഇവിടെ. ലൈറ്റായിട്ടൊന്ന് മഴ പെയ്തു ചെറുതായിട്ട്, കുട ഉണ്ടാവേണ്ടതിൽ. അമ്മ അതേതാ സ്ഥലം? ഈ പറഞ്ഞ എന്താ സ്ഥലം? കമോൺ രമേഷ്. ഇതാണ് നാഷണൽ ഓസ്ട്രേലിയൻ ഗാലറി. ഗാലറിയാണ്, കുറേ സാധനങ്ങളുണ്ട്, എക്സിബിറ്റ്സ് നമുക്ക് പലതും ഇവിടെ കാണാം. ജസ്റ്റ് എ വെരി ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഹിയർ. പറഞ്ഞ മാതിരി നിറച്ച് ഗ്രീനറിയുടെ ഇടയിലായിട്ടാ. സണ്ണും വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ദ ക്ലൗഡ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഗാലറിയാണ് കേട്ടോ. സോ ഇറ്റ് ടെൽസ് യു വാട്ട് ഈച്ച് സിമ്പിൾ, വാട്ട് ഈച്ച് പിക്ചർ മീൻസ്. ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടില്ലേ, അത് രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെയായിരിക്കും കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. അതെങ്ങനെയാണ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തെന്നൊക്കെയുള്ള വീഡിയോ ഉണ്ട് അവിടെ. ഇതിങ്ങനെ ഒരു വലിയ ആർട്ട് ഗാലറി. ഇതിവിടെ എൻട്രൻസ് തന്നെ ഫ്രീ ആണ് കേട്ടോ, വിസിറ്റേഴ്സിനെ വന്ന് കാണാനൊക്കെ. ലിഫ്റ്റ് ആക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ, വീൽ ചെയർ പ്രാൻ എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരി അതിനകത്ത് കിടന്നുറങ്ങണോണ്ട് അത് പിടിച്ചിട്ടാണ് പോകാൻ പോണേ. ഇത് ഫ്ലോറിലാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനത്തെ ഗാലറീസ് ആൻഡ് മ്യൂസിയംസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുണിലും സാധനമൊക്കെ വാന്ന് പറഞ്ഞിട്ട് ആക്കി കളിയൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഈ മ്യൂസിയം ഇൻ പർട്ടിക്കുലർ ആബറിജിനൽ ആർട്ട്, ആബറിജിനൽ കൾച്ചർ, ഓസ്ട്രേലിയൻ ആർട്ട് ഒക്കെ ഷോക്കേസ് ചെയ്യണ ഒരു ഗാലറിയാണ് കേട്ടോ. ആൻഡ് ഐ റിയലി ലവ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യൂ പ്ലീസ്. എടാ എപ്പോഴാ ഐ കുഡ് ഡ്രോ അത്ര. ഇത് ഇവിടത്തേക്ക് വലിയ വലിയ ആൾക്കാർ വരച്ച സാധനങ്ങളാണ്. സാധനം ഇങ്ങനത്തെ ഒരു വാസ്റ്റായിട്ടുള്ള ഗാലറിയാണ് കേട്ടോ. ഈ സ്കൾപ്ചേഴ്സ് നോക്കൂ. ഇത് ഇംഗ്ലണ്ടിൽ ജനിച്ച് ഇവിടെ വന്ന് പാസ്സായ ഏതോ ഒരാൾ ഉണ്ടാക്കിയതാണ് തോന്നുന്നു. പർച്ചേസ് 1981 എന്നൊക്കെ കാണാറുണ്ട്. ഇംഗ്ലണ്ട് ടു ഓസ്ട്രേലിയ എന്നാണ് കാണുന്നത്. ബെഞ്ചമിൻ ലോ, അബറിജിനൽ ചീഫ്. ഓക്കെ, അത് ഇങ്ങനത്തെ ആൾക്കാരില്ലേ അബറിജിനൽസ്, അവരുടെ ഓരോ സ്കൾപ്ചേഴ്സാണ്. അതുപോലത്തെ ഉള്ള ടൈപ്പ് ഓഫ് പോർട്രേറ്റ്സ്, റിയൽ ലൈഫ് പോർട്രേറ്റ്സ് ഒക്കെ ആയിരിക്കും ഇത് തോന്നുന്നു. ഓയിൽ ഓൺ ക്യാൻവസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ നന്നായിട്ടില്ലേ. എനിക്കിപ്പോഴാണ് കുറച്ച് നേരത്തെ കത്തിയത്, കാരണം പണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തവരൊക്കെ. അതാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള സ്റ്റാർട്ട് വരുന്നത്. ആൻഡ് ദെൻ ഓസ്ട്രേലിയയിലായിരുന്നു അവർ. പിന്നെ ഇറ്റ്സ് ഓൾ ഫ്രം 1800s ഒക്കെ കേട്ടോ. അടുത്ത ആർട്ട് ഫോംസും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓയിൽ പെയിൻറ്റിങ്സ് ആണ്. നോക്കുമ്പോൾ നന്നായിട്ടുണ്ടല്ലേ വരച്ചേക്കണേ, റിയൽ പിക്ചർ പോലെ. സുനിലിൻ്റെയും സാനുവിൻ്റെയും സാഷുവിൻ്റെയും പൊടി പോലും കാണാനില്ല. അവന്മാരിവിടെ നിന്ന് സ്കൂട്ടായി തോന്നുന്നു.
ഈ ആബ്രിജിനൽ ആർട്ടിന് എന്തോ ഒരു ബ്യൂട്ടി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ക്യാപ്റ്റിവേറ്റിങ്. അതിൻ്റെ ഒരു സ്പെസിഫിക് ഡിസൈൻ, അത് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ ആ യൂക്കാലിപ്റ്റസിൻ്റെ ബാർക്കിനകത്തെ ഡിസൈൻ ആവും, ചിലതൊക്കെ ഇറ്റ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. ആ ഒരു പ്രോപ്പർ ഇൻഡിജിനസ് ആർട്ട് ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഈ റൂം നിറച്ചിങ്ങനത്തെ ഓരോ ആർട്ട് ഫോംസ് ഉണ്ട് കേട്ടോ. അമ്മ അതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമുണ്ട്. പെൻസിൽസിനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കണേ, ലൈക്ക് ദ ആക്ച്വൽ പെൻസിൽസ് ഇൻ ദി ഇമേജ്. അതിനെ വെച്ചിട്ട് ഒരു പോർട്രേറ്റ് ഉണ്ടാക്കിയിരിക്കണം. സയൻസ് പടി മാസീവ് കേട്ടോ, വലുതാണ്. കണ്ടില്ലേ അമ്മയെക്കാട്ടൊക്കെ എത്ര വലുതാതെന്ന്. ഇത് കണ്ടോ, ഗ്ലിറ്റർ അടിക്കണം. അത് ഓരോ ലൈറ്റിൻ്റെ ആംഗിൾ അനുസരിച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ്സും കളേഴ്സൊക്കെ മാറുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ദിസ് വാസ് എ പ്രിറ്റി. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. വെരി അബ്സ്ട്രാക്ട്, കുറേ കുതിരകളുടെ പോലത്തെ. വാവ് ഗൈസ്, ഇവിടെ ഒരു ലിൻഡി ലീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. വലിയ മാസീവായിട്ടുള്ളൊരു റൂമാണ്. അതിൻ്റെ ഉള്ളിലാണ് അതൊക്കെ. ഓ എന്തൊരു ഭംഗിയത്. അതെന്ത് രസം, അതെന്താ സംഭവം. ജസ്റ്റ് ലുക്സ് ലൈക്ക് മരത്തിൻ്റെ കാർവിങ് പോലെ. പക്ഷെ ആ ലൈറ്റ് അടിക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഇങ്ങനെ സ്റ്റാർസ് തിളങ്ങണ മാതിരി തോന്നുന്നു. ഇത് നേരിട്ട് കാണുന്ന ഭംഗി ക്യാമറയിൽ കിട്ടും എനിക്ക് അറിയില്ല കേട്ടോ. ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ അതിൻ്റെ ഷാഡോ ആ വാളിലേക്ക് അടിക്കുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഹൈ അപ്പ്. നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ടോ, ഇത്ര ഹൈറ്റിൽ ആൾക്കാരുള്ളൂ. ഇത്രയും ഹൈറ്റിലാണ് സംഭവം. അതേപോലത്തെ നോക്കും, അത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺസിൽ. ഇതെന്ത് വലുതാ. നമുക്ക് ഈ സ്ത്രീ ഇത്രയേ ഉള്ളൂ, എന്നെക്കാട്ടൊക്കെ സ്ഥലം പൊക്കണ്ട സ്ത്രീ. എന്നിട്ട് നമുക്ക് അത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണോ. വെരി ബ്യൂട്ടിഫുൾ. എന്താ ഇത്, ബ്രോൺസോ? എന്താ ഭംഗിയാ. വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു സ്കൾപ്ചേഴ്സ് വെച്ച് അതിങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവം. ദൂരെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അമ്മ ചില്ലും കമ്പൊക്കെ എന്താ സംഭവം എന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും കാടിൻ്റെ ഇടയിലുള്ള മതി. നമുക്കുണ്ടാക്കാം. താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോവാട്ടോ. ഇവിടെ റാമ്പ് പോലത്തെ ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റൊക്കെ ഉണ്ട്. താഴത്തോട്ടുള്ളൊരു ഫ്ലോറിലേക്ക് നമുക്ക് പോകണം. ഇവിടെ എന്താണല്ലേ നോക്കാം. ഇതെന്താണ് ആ സംഭവം. ഓ വാവ്, ഇവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന. ഓ വാവ്, ഓ നോക്കും. എന്താ സംഭവം, ഈർക്കില്ല. ഓ എൻ്റെ റിഫ്ലക്ഷനോ. അടിപൊളി, അസലുണ്ടത്. എന്തായാലും ആർട്ട് ഫോം. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതുണ്ടാക്കിയ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിഞ്ഞാൽ ഉണ്ടാക്കണമെങ്കിൽ വരെ വിളിച്ചാൽ മതി. അമ്മ കുറേ കൊല്ലെടുത്തു എന്ന് തോന്നുന്നത് ഉണ്ടാക്കാൻ കേട്ടോ. അതൊക്കെ വുഡൻ സ്പിയേഴ്സാണ്, ബാംബൂനെ കൊണ്ട് ഉണ്ടാക്കിയ പോലെ. ഇറ്റ്സ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ കറക്റ്റ് ലൈറ്റിങ് ആൻഡ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ കാണുമ്പോഴേ സോ ബ്യൂട്ടിഫുൾ. നമുക്കതിനെ ആസ്വദിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു സീറ്റും ഉണ്ട് കേട്ടോ അവിടെ. അവിടെ നിന്ന് അങ്ങനെ ഇരുന്നാൽ ഇതിങ്ങനെ ശരിക്കും കണ്ട് നമുക്ക് ആസ്വദിക്കാം. ഓ വെരി ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര കാം ക്വയറ്റല്ലേ എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിങ്ങനെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീലിംഗ്. മനസ്സിലായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടു? അടിപൊളിയില്ലേ? ഇത് അമ്മയ്ക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ ചുറ്റി കറങ്ങി നടക്കുക. അത് കുറേ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു സ്കൾപ്ചറാണ്. നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഐ തിങ്ക് നമ്മൾ ഊഹിച്ചെടുത്തത് എന്താ വെച്ചാൽ ഇതൊക്കെ സ്പിയേഴ്സാണ് ടു ലൈക്ക് ക്യാച്ച് ഫിഷ് ഓർ സംതിങ്. സോ ദിസ് ഇസ് പ്രോബ്ലി സിംബലൈസിങ് വാട്ടർ. അതിലേക്ക് പൊക്കി എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് നമുക്ക് തോന്നി നമ്മുടെ ബുദ്ധിയിൽ. ചിലപ്പോൾ ബുദ്ധിയുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും. നമുക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയത് കേട്ടോ. ഇറ്റ്സ് റിയലി വെരി യുണീക്ക് എക്സ്പീരിയൻസ്. ഇവിടെ വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വലിയ വലിയ സ്കൾപ്ചേഴ്സൊക്കെ ഇങ്ങനെ പരന്ന് വിടർന്ന് കിടക്കുകയാണ്. ഓരോരുത്തരുടെയും ആർട്ട് വർക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടേ. ഇതെന്താ സംഭവം? കൈ പോയിട്ടുണ്ട്. കൈ പോയിട്ടുണ്ട്. പൊട്ടിയുണ്ട് ഇവിടെ ഒരു കൈ. ശരിയാ. പക്ഷെ എന്താണാവുമ്പോൾ സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഗന്ധർവൻ കിങ്ഡം എന്ന് എഴുതിയിരിക്കണേ. ബുദ്ധിസ്റ്റ്. ഗാന്ധാരനാ. ബുദ്ധിസ്റ്റ് ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ ഓർ പാകിസ്ഥാൻ 3rd century എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. ഈ റൂഫും ഒക്കെ കൂടിയിട്ടാണ് തോന്നിട്ട് ഇവിടെ പ്രത്യേക ഭംഗി. ക്യാൻബറ വരുന്നവർ ഇതൊക്കെ ഒന്ന് പ്ലീസ് കാണൂ കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
എന്താ രസമാണ് ഓരോരുത്തരുടെ ആർട്ട് വർക്കൊക്കെ. ലൈക്ക് സിമ്പിൾ തിങ്സ്. ഇത് നോക്കൂ, എന്തൊരു ഭംഗിയ. ചുമരിലേക്ക് ഇങ്ങനെ എന്തൊക്കെയോ തെറിച്ച മാതിരിയിൽ. എന്താണോ സംഭവം, അടിപൊളിയുണ്ട് ഇതെല്ലാം. ഈ ഒരു സംഭവം മുകളിലത്തെ ഒരു ഗാലറിയുടെ വശത്തുനിന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴാട്ടോ ഭംഗി. എന്ത് രസമാണ്. ഓ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഒരു പിക്ചറും ഉണ്ട് ഓഫ് ഐ തിങ്ക് പീപ്പിൾ ഹു വർക്ക്ഡ് ഓൺ ഇറ്റ് പൊട്ടൻഷ്യലി. ഞാൻ ആർട്ട് ഫോമാണെന്നാണ് മുകളിൽ നോക്കിയപ്പോൾ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് ആൾക്കാരുടെ പേരൊക്കെയാണ് കാണുന്നത് കേട്ടോ. കുറേ പേരുടെ പേര് കാണാനുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ. ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മ ഗാലറി എക്സ്പീരിയൻസ്? നമ്മുടെ ആദ്യത്തെ ഗാലറി വിസിറ്റാണോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇതൊരു വേറെ സ്റ്റൈല് അല്ലേ? കാൻബറ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ കാൻബറ? സിഡ്നിയിൽ നിന്ന് കാൻബറയിലേക്ക് മൂവ് ചെയ്യണോ? നമ്മളൊരു കാൻബറ മലയിലേ മാറോ? അങ്ങനെ നമ്മൾ അടിപൊളി നമ്മുടെ കാൻബറ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചതാ സിഡ്നി എത്തി. സിഡ്നിയിൽ നല്ല വിശപ്പോടെയാണ് എത്തിയത്. അതുകൊണ്ട് മോർബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബബിൽ കായൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ മുമ്പ് എൻ്റെ വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അമ്മ വന്നിട്ട് ഇതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അമ്മ ഇതുവരെ കേരള ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ വേഗം ഇവിടെ കയറി. നല്ല ഫുഡാണ് ആസ് ഓൾവേസ്. നമ്മൾ കുറച്ച് ചിക്കനും പൊറോട്ട, ബീഫ്, നമ്മുടെ സ്ഥിരം കേരള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ എരിവ് പറ്റാത്ത കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് ബട്ടർ നാനും ബട്ടർ ചിക്കനും അങ്ങനത്തെയൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ എനിക്ക് ക്രാബ് വലിയ ഇഷ്ടമാണ്, അപ്പോൾ അതും വാങ്ങി. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പൊറോട്ട ഐറ്റംസ് ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ ട്രിപ്പായിരുന്നു. നല്ല ഫുഡോടുകൂടി ഇവിടെ അവസാനിപ്പിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ആൻഡ് വിശേഷങ്ങളൊക്കെ ആസ് ഓൾവേസ് എന്നെ എഴുതി അറിയിക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ആസ് ഓൾവേസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പ്ലീസ് കീപ് സപ്പോർട്ടിങ്, പ്ലീസ് കീപ് വാച്ചിങ്. അപ്പം നമ്മൾ ഫുഡൊക്കെ അടിക്കട്ടെ. ആൻഡ് രാത്രി 10-10:30 നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. So thanks for watching once again. And until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. Bye guys.